ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥയിലേക്ക് കിടക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ ഗോവിന്ദൻ അറിഞ്ഞു കഴിഞ്ഞു ഗീതുവിന് ഗോവിന്ദനോടുള്ളത് ആത്മാർത്ഥമായ സത്യസന്ധമായിട്ടുള്ള ആ ഒരു പ്രണയമാണെന്ന്, അല്ലെങ്കിൽ ഇഷ്ടമാണെന്ന്. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനാകെ തകർന്നു പോയി. ഗീതുവിനെ ഇത്രയും നാളും അവിശ്വസിച്ചല്ലോ എന്നുള്ളൊരിതിൽ ഈ സമയത്ത് നമ്മുടെ ഗീതു ഗോവിന്ദേട്ടൻ തന്നെ എങ്ങനെ മനസ്സിലാക്കും, അല്ലെങ്കിൽ ഗോവിന്ദേട്ടൻ്റെ ശത്രുക്കളെ എങ്ങനെ ഇനി ഗോവിന്ദേട്ടൻ്റെ മുന്നിൽ കാട്ടിക്കൊടുക്കും എന്നൊക്കെയുള്ള ഒരു സംശയത്തിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുക. ഈ സമയത്താണ് ഭയങ്കരമായിട്ട് ഗീതുവിനോടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ ആയിട്ട് നമ്മുടെ ഗോവിന്ദൻ കുട്ടിച്ച് കാലേ നിൽക്കാൻ മേലാതെ വീട്ടിലോട്ട് കയറി വരുന്നത്. എന്തായാലും വിഷു നല്ല അടിച്ചു പൊളിച്ചവർ രണ്ടുപേരും, കൃഷ്ണനും രാധയൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് തന്നെ അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കുട്ടിച്ച് 4 കാലിൽ കയറി വരുന്ന നമ്മുടെ ഗോവിന്ദൻ നേരെ ചെല്ലുന്നത് റൂമിലേക്ക്. അപ്പോൾ ഗോവിന്ദൻ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ഗീതു ഞെട്ടിപ്പോയി. ഗീതു എന്ത് ചെയ്തു, വേഗം തന്നെ പുതപ്പെടുത്ത തലവഴി മൂടിയിട്ട് അവിടെ അങ്ങ് കിടന്നു. കാരണം കയറി വരുന്ന ഗോവിന്ദിനി എന്താണ് പ്രകടിപ്പിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഗീതു കയറി വഴി പുതപ്പെട്ടിങ്ങനെ കിടക്കണു. അപ്പോഴേക്കും ഗോവിന്ദൻ ഗീതുവിൻ്റെ അരികിൽ വന്നിരുന്നു. എന്നോട് ക്ഷമിക്കുക ഗീതു, എന്നോട് ക്ഷമിക്കുക ഗീതു എന്നും പറഞ്ഞു. അപ്പോൾ ഗീതു ഉറങ്ങിയെന്നാണ് ഗോവിന്ദൻ വിചാരിച്ചത്. ഓ, എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ നീ ഇത്രയും നേരത്തെ കയറി കിടന്ന് ഉറങ്ങിയതെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ ഗീതു ആണെങ്കിൽ ഈ പുതപ്പ് തലയിൽ കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഈ ഗോവിന്ദൻ പറയണ കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് അങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ തൻ്റെ ഉള്ളിലുള്ളതെല്ലാം, കള്ളിൻ്റെ പുറത്താണെങ്കിലും ഉള്ളിലുള്ളതെല്ലാം ഇങ്ങനെ പറയണം. നിന്നെ ഞാൻ ഒരുപാട് മനസ്സിലാക്കാൻ വൈകിപ്പോയി. നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഗീതു. നീ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? നിൻ്റെ ഉള്ളിലുള്ളത് യഥാർത്ഥ സ്നേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഗീതു. ഞാൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റാ ഗീതു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയാം. ഈ ഗോവിന്ദേണ്ണ ഇത് എന്ത് പറ്റി, ഇത് എങ്ങനെ അറിഞ്ഞു, ഞാൻ എന്താ ചെയ്ത്? അപ്പം സത്യങ്ങളൊക്കെ ഗോവിന്ദേണ്ണ അറിഞ്ഞു കാണുമോ? അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇങ്ങനെ വന്നു സംസാരിക്കുന്നത്. ഇനി ഞാൻ ഈ പുതപ്പ് മാറ്റണോ? വേണ്ട, പുതപ്പ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിർത്തിയാലോ. പക്ഷേ ഈ കള്ളിൻ്റെ പുറത്ത് പറയുന്നതായതുകൊണ്ട് ഇത് നേരം വെളുക്കുമ്പോൾ ഓർമ്മയുണ്ടാകുമെന്നും അറിയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കിടന്ന് ആലോചിക്കുക കേട്ടോ. എന്തായാലും ഗോവിന്ദൻ പറയുന്ന കാര്യങ്ങൾ പറയട്ടെ എന്ന് തന്നെ ഗീതു അങ്ങ് വിചാരിച്ചേ. അങ്ങനെ ഗീതു ആ ഒരു കാര്യമൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നപ്പോഴേക്കും ഗോവിന്ദൻ തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മുഴുവൻ അവിടെ പറയണു ഗീതുവിൻ്റെ മുന്നിൽ. അങ്ങനെ തൻ്റെ മനസ്സ് തുറന്ന് ഗോവിന്ദൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഗീതുവിനെ വേദനിപ്പിക്കില്ല, അതല്ല ഇതല്ല, അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗീതുവിനോട് തന്നെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ ഗീതു ഇതെല്ലാം കേട്ട് മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം സ്വബോധത്തിലല്ലെങ്കിലും ആ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നോടുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ആ സത്യം ഇത് മനസ്സിലാക്കിയല്ലോ എന്നുള്ളൊരിത്. അങ്ങനെ നമ്മുടെ ഗീതു കിടക്കുന്നു. പിന്നെ ഗോവിന്ദൻ അള്ളാ പടച്ചോനേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതുവിൻ്റെ അരികിലേക്ക് വന്ന് കിടന്നു. അങ്ങനെ 2 പേരും കൂടി അന്നത്തെ ദിവസം സംസാരിച്ച്, ഒരാൾ സംസാരിച്ച് ഒരാൾ കേട്ടും തീർത്തു. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഓഫീസിലേക്ക് പോകാനായിട്ട് നമ്മുടെ ഗീതു റെഡിയാകുന്നു. ഗോവിന്ദൻ ആ സമയത്ത് റെഡിയായിട്ട് വന്നു. ഗോവിന്ദൻ വന്നു കഴിഞ്ഞപ്പോൾ ഗീതു ആണെങ്കിൽ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഗീതു എന്നും പറഞ്ഞ് വിളിച്ചു. എന്താ ഗോവിന്ദൻ ഓഫീസിൽ വരുന്നില്ലേ? അത് പിന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താണേലും പറഞ്ഞു, അതിനെന്തിനാ ഇത്ര മുഖപുര? അതല്ല, എനിക്ക് എന്താ കണ്ണേട്ടാ, എന്താണെങ്കിലും പറഞ്ഞോ. അത് പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണെന്നും പറഞ്ഞ് കയ്യിലിരുന്നൊരു റോസ് അത് ഗീതുവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഗീതുവിൻ്റെ കയ്യിലേക്ക് ആ റോസ് വെച്ച് കൊടുത്തപ്പോൾ ഗീതു ഇത് വാങ്ങിച്ചു. ഇതെന്തു പറ്റി പതിവില്ലാതെ റോസൊക്കെ കൊണ്ട് തരാനെന്ന് ചോദിച്ചപ്പം എനിക്കങ്ങനെ തരണമെന്ന് തോന്നി, അതുകൊണ്ട് തന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഗോവിന്ദനും ഗീതുവും തമ്മിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ ഒരുപാട് അടുക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് 2 പേരും വളരെ ഹാപ്പിയായി. ഗീതു അന്നേരം ഗോവിന്ദൻ്റെ ഈ സ്നേഹമൊക്കെ കണ്ട് ഒത്തിരി ആഗ്രഹിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും കണ്ണേട്ടന് ഒത്തിരി മാറ്റം ഉണ്ട് എന്നുള്ളൊരിത്. അപ്പോൾ ഇവരുടെ 2 പേരുടെയും അവിടുത്തെ പ്രകടനങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ സംസാരവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രാധികാമ്മയ്ക്കും വരുണിനും ആകെ സംശയം. ദൈവമേ, ഇവർ തമ്മിൽ ഇനി പ്രശ്നമൊന്നുമില്ലേ? പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോ? നല്ല ടൈംസിലാണല്ലോ ഇവർ 2 പേരും പോണേ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. അപ്പം ഇവർ 2 പേരെയും പിരിക്കാൻ ആകെ ഒരു പ്രതീക്ഷ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണാണ്. വരുണിനെ മുന്നിൽ നിർത്തി എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ആ ഒരു ഇതിലാണ് 2 പേരും കൂടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ വരുൺ എന്തെങ്കിലും ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ അവർ ആ ഒരു രീതിയിൽ സമാധാനം കണ്ടെത്തി നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ ഗീതു നേരെ രേഖയുടെ അടുത്തേക്ക് ചെന്നു. രേഖയ്ക്കരികിലേക്ക് ചെന്നിട്ട് രേഖയോട് കാര്യം പറഞ്ഞു. ഇത് കണ്ടോ, കണ്ണേട്ടൻ എനിക്ക് തന്നതാ. കണ്ണേട്ടൻ ഇന്നലെ എന്നോട് ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചു രേഖയെന്നും പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ രേഖയ്ക്കും വളരെ സന്തോഷമായി. പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ ഇവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ പോരുന്ന വഴിക്ക് നമ്മുടെ ഗീതു എന്ത് ചെയ്തു, മേഡത്തിനെയും വിളിച്ചു.
അപ്പം ഇനി ഗീതുവിനോട് മേഡത്തിനെ കാണാൻ പോകണ്ടെന്നോ ഇനി ഒരിക്കലും പോകാതിരിക്കാൻ ഞാൻ പറയില്ലെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ തലേദിവസം നമ്മുടെ ഗോവിന്ദ് പറഞ്ഞത് കൊണ്ട് അതിൻ്റേതായ ഒരു ഇത് നമ്മുടെ ഗീതുവിനുണ്ടെന്നങ്ങ് കൂട്ടിക്കോ. ഗീതു എന്നിട്ട് മേഡത്തിനെ വിളിച്ചു. എന്നിട്ട് ഗോവിന്ദൻ കൊടുത്ത ഗിഫ്റ്റിനെ പറ്റിയും ഗോവിന്ദൻ ഇന്നലെ രാത്രി സംസാരിച്ചതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം അത് കേട്ട് കഴിയുമ്പോൾ മേഡത്തിനും മനസ്സിലായി ഗോവിന്ദന് തക്കതായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഗോവിന്ദനും ഇനി മാറാൻ ശ്രമിക്കുകയാണ്. ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് ഗോവിന്ദൻ ഇനി ഗോവിന്ദൻ്റെതായ ആ ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തും. അതുകൊണ്ട് ഇനി നിനക്ക് നിൻ്റെ ജോലി പകുതി കുറഞ്ഞു എന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞു മേഡവും ഗീതുവായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും മേഡം ഗീതുവിനോട് ഗോവിന്ദൻ്റെ പിറന്നാളിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. അവനെ കയ്യിലെടുക്കാൻ നിനക്ക് ഏറ്റവും പറ്റിയൊരവസരം വരുന്നുണ്ട്. ഇന്ന ദിവസം എൻ്റെ പിറന്നാളാണെന്നും ആ പിറന്നാൾ നീ വളരെയേറെ ആഘോഷിക്കണമെന്നും ആ പിറന്നാൾ ദിവസം തന്നെ നിൻ്റെ ഉള്ളിലെ ഈ സ്നേഹം നീ അവനോട് തുറന്നു പറയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഗീതുവിനും ഭയങ്കര സന്തോഷമായി. ആ കൊള്ളാലോ, പിറന്നാൾ ദിവസം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയാമല്ലോ എന്നുള്ളൊരിത്. അപ്പം ഗോവിന്ദൻ വിചാരിക്കുന്നത് ഗീതുവിന് ഒരിക്കലും ഗോവിന്ദനോട് ഒരു ഭർത്താവ് എന്നുള്ള നിലയിലുള്ള സ്നേഹം ഇല്ല എന്നുള്ളതാണ്. ഒരു കരുതൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഗോവിന്ദൻ ഇപ്പോഴും വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഗീതു ആണെങ്കിൽ തൻ്റെ കണ്ണേട്ടൻ്റെ പിറന്നാൾ നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ രേഖയോട് പറയുകയും ചെയ്തു. രേഖച്ചി ഇന്ന പോലെ ഇങ്ങനെ കണ്ണേട്ടൻ്റെ പിറന്നാളാണ്, നമുക്കത് നന്നായിട്ട് തന്നെ ആഘോഷിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ രേഖയും കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്തിനും കൂടെ ഉണ്ടാകും, നീ എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്തോളാൻ. അങ്ങനെ നമ്മുടെ ഗീതു ഗോവിന്ദൻ്റെ പിറന്നാളൊക്കെ പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞ് ഗീതു ആണെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഗോവിന്ദേട്ടനോട്, അതായത് കണ്ണേട്ടനോട് പിറന്നാളിൻ്റെ ആ ഒരു ആശംസകൾ ആദ്യം പറയുന്നത് താനായിരിക്കണമെന്ന്. ശരിക്കും പറഞ്ഞപ്പോൾ രാധികയ്ക്കും മകനും വലിയ റോളൊന്നുമില്ല. അവരിപ്പോൾ എല്ലാത്തിൽ നിന്നും അങ്ങ് ഒഴിഞ്ഞു മാറി നിൽക്കുക. കാരണം ഒരുപാട് ആയാസപ്പെട്ടങ്ങ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും എന്നറിയാവുന്നത് കൊണ്ട് അമ്മയും മോനും പകുതി വഴുതി മാറി നിൽക്കുന്നു. ഈ സമയം ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും അടുപ്പവും സ്നേഹവും ഒക്കെ കാണുമ്പോൾ കുശുമ്പുണ്ട്, അത് വേറൊരു സത്യം. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അതിനകത്തേക്ക് ഇടപെടാനായിട്ടുള്ള ഒരു അവകാശം ഇപ്പോൾ അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരത് മാറി നിൽക്കുന്നു. അടിയിൽ കൂടെയുള്ള പണികൾ മാത്രമാണ് കൂടുതലും. നേരത്തെയും അങ്ങനെ ആയിരുന്നെങ്കിലും ഇച്ചിരി കൂടെ കൂടുതലായി എന്ന് മാത്രം. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ നമ്മുടെ ഗീതു മനസ്സിൽ പ്ലാൻ ചെയ്തു. പിന്നെ അവിടെ വലിയൊരു ആഘോഷം തന്നെ ഒരുക്കിയെടുക്കുന്നു. പക്ഷെ ഗീതു ഇത് രേഖയായിട്ട് സംസാരിച്ച് ആദ്യം തന്നെ ഗോവിന്ദനോട് പിറന്നാളാശംസകൾ പറയാനായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഗീതുവിൻ്റെയും രേഖയുടെയും മുന്നിലേക്ക് ഗോവിന്ദനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദേ ഒരാൾ പറന്ന് കയറി വരുന്നു. വേറെ ആരുമല്ല, രഞ്ജു എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോൾ കേക്കും സെറ്റപ്പുകളും കാര്യങ്ങളും ഒക്കെ അവിടെ റെഡിയാക്കിയതാണ്. പക്ഷേ ഇവർക്ക് പോലും ഒരു പ്രാധാന്യം കൊടുക്കാതെ ആ പെണ്ണ് ഓടിക്കയറി വന്ന് ഗോവിന്ദന് ബർത്ത്ഡേ വിഷസും പറഞ്ഞു, അതുപോലെ കേക്ക് മുറിക്കുന്നു. അങ്ങനെ വലിയ എന്തോ അധികാരമൊക്കെ കാണിക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് രേഖയും ഗീതു ഇറങ്ങി വരുന്നത്. ഇവർക്കൊരു ഇത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു. ഈ പുള്ളിക്കാരി എന്തിനാ ഇങ്ങോട്ട് കയറി വന്ന് ഈ രീതിയിലൊക്കെ കാണിക്കുന്നത്? കാരണം ഗീതുവിന് അവകാശപ്പെട്ട സ്ഥാനത്തേക്ക് ഇടിച്ചു കയറി വരേണ്ട കാര്യം ഇവൾക്ക് എന്താ? അന്ന് സംസാരിച്ച ആ ഒരു കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ഗീതുവിന് ഉള്ളിൽ പേടിയില്ലാതില്ല. അങ്ങനെ ഗീതു ആ രീതിയിൽ ചിന്തിക്കുന്നു. ഇവൾ എന്തിനാണ് ഇടിച്ചു കയറി വന്നത്? ഇവൾക്ക് എന്തിൻ്റെ അസുഖം? ഇവൾ എന്തിൻ്റെ ആവശ്യത്തിനാണ് വന്നത്? അങ്ങനെയൊക്കെ ഗീതു നിന്ന് ചിന്തിക്കുന്നു. ഗീതു അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും രേഖയ്ക്കും അത് മനസ്സിലായി. പിന്നെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ആ രഞ്ജുവിൻ്റെ ഒരു കൈപ്പിടിക്കുള്ളിലായിരുന്നു. ആഘോഷങ്ങളാവട്ടെ, തീരുമാനങ്ങളാവട്ടെ, ഗോവിന്ദനാവട്ടെ, എല്ലാം ആ പുള്ളിക്കാരിയുടേതായ ഒരു കയ്യുറപ്പിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ പോണു. ഗീതു വെറും കാഴ്ചക്കാരിയായിട്ട്. പിന്നെ ആളായി, ബഹളമായി, കേക്ക് മുറിക്കലായി. അതുപോലെ തന്നെ ഗീതുവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഗോവിന്ദൻ. ഗീതു ഇതിൻ്റെ ഇടയിൽ പെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ പാട്ടും ഡാൻസും ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഗോവിന്ദൻ്റെ കൂടെ ഈ രഞ്ജുടെ ആടിയും പാടിയും ഒക്കെ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. ഈ സമയം ഗോവിന്ദൻ ഗീതുവിനെ മൈൻഡ് ചെയ്യുന്നതേയില്ല. അപ്പം ഇത്രയും ദിവസം ഗോവിന്ദൻ്റെ കൺമുന്നിൽ കാണുന്നത് പോലും വെറുപ്പായിരുന്നു രഞ്ജു എന്ന പെണ്ണിനെ. പക്ഷെ ഇപ്പം എങ്ങനെ ഗോവിന്ദന് ആ പെണ്ണിനോട് ഇത്രമാത്രം അടുപ്പം വന്നു? അങ്ങനെ അടുപ്പം വരണമെങ്കിൽ ഒരു കാരണമുണ്ടല്ലോ. ആ കാരണം എന്താണ്? ഇതൊക്കെ ഗീതു ഒരു നിമിഷം നിന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞ് ഗീതു ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ രാധികയ്ക്കും സന്തോഷമായി. രാധിക എന്നിട്ട് ഗീതുവിനെ നോക്കി ആക്കിയൊരു ചിരിയാണ്. കാരണം അവൾ വന്ന് കയറിയാലും കുഴപ്പമില്ല, ഇവൾക്കൊട്ടൊരു പണി ആകുമല്ലോ എന്നുള്ളത്. അങ്ങനെ രാധികയും വരുണും അതും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ രേഖയാണെങ്കിൽ ഗീതുവിനെ ഇടിച്ചു തള്ളി വിടുക. നീ ഇങ്ങനെ മാറി നിൽക്കേണ്ടവളാണോ? നീ ചെല്ലെന്നും പറഞ്ഞു. ഗീതു അന്നേരത്തേക്കും ഇങ്ങനെ പതറി മാറി നിൽക്കുക. നീ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് രേഖ തന്നെ ഉന്തി തള്ളി അങ്ങ് പറഞ്ഞു വിടുന്നു. ഈ സമയം നമ്മുടെ ഗീതു ഇടിച്ചു തള്ളി ചെല്ലുമ്പോഴേക്കും
ഗീതുവിനെ കാഞ്ചന പിടിച്ചു വെക്കുന്നു. അതുപോലെ തന്നെ ഗീതുവിനെ സ്നേഹം കൊണ്ട് പൊതിയാനായിട്ട് അവരെല്ലാവരും കൂടെ ശ്രമിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിൽ ഗീതുവിൻ്റെ മുഖത്തെ പരിഭ്രമവും അല്ലെങ്കിൽ ഗീതുവിൻ്റെ ഈ വല്ലായ്മയൊക്കെ കണ്ട് ഗോവിന്ദൻ ഇങ്ങനെ ഇതാവുന്നു. എന്നിട്ട് ഗോവിന്ദൻ നൈസായിട്ട് രഞ്ജുവിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ ഇവർ തമ്മിൽ രണ്ടുപേരും കൂടെ നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഗീതുവും ആകെ ഞെട്ടിപ്പോയി. ഗീതു എന്നിട്ട് പിന്നാലെ പോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം കൂടി ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് അവിയൽ പരുവായിട്ട് കിടക്കുകയാണ്. ഇനി അതിൽ നിന്നൊക്കെ കഷ്ണങ്ങൾ വേർതിരിച്ചെടുക്കണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കിടുക്കാച്ചി എപ്പിസോഡ് വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.